ദീൻ വേണം കുട്ടികൾക്ക്. സ്വാലിഹീങ്ങളെ ചരിത്രം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഗസാലി ഇമാം വാക്ക് തരികയാണ്, അവൻ്റെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് വരും. പിന്നെ എങ്ങനെയാ വഹാബിയാവുക? പിന്നെ എങ്ങനെയാ ഒരു മുജാഹിദാരനാവുക? അവൻ അതിലൊന്നും പെടൂല. അതിന് മദ്രസയിലേക്ക് അയക്കണം, ഉസ്താദുമാരെടുത്ത് നിന്ന് ദീൻ പഠിക്കണം, സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കണം. കാരണം ഒരു കുട്ടിനെ മദ്രസയിലേക്കൊക്കെ അയച്ച് ഒരു 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി വിട്ടാൽ, +2 വരെയുള്ള ഒരു മദ്രസയിൽ നിന്ന് ആ കുട്ടീനെ ഒഴിവാക്കിയാൽ നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടിക്ക് ഇനി മരണം വരെ എനിക്ക് +2 ഡിഗ്രി PG സെറ്റ് നെറ്റ് ഡിപ്ലോമ പലതും സാധ്യത ഉണ്ട്. മെറ്റീരിയൽ ഭൗതിക വിദ്യാഭ്യാസം, ദീന് ഇനി പഠിക്കാൻ മരണം വരെ എന്ത് സാധ്യതയുള്ളത്? എങ്ങനെയാ ഉപ്പിയുമ്മയൊക്കെ ധൈര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കണത്? ഒരു ആഖിറം പേടി വേണ്ടേ? ആഖിറത്തിൽ ഈ മക്കളെ കുറിച്ച് അള്ളാഹു ചോദിക്കൂലേ? എന്താ നമ്മൾ ഉത്തരം പറയാ? ഈ മക്കൾ തുറന്ന് പറയൂലേ? കോടതി തന്നെ പറയുന്നില്ല ഉമ്മാനി ഉപ്പാനക്ക് വേണ്ട, ഓറയാ വേണ്ടി. ഈ മക്കൾ പിന്നെ പറയാതിരിക്കും ആഖിറത്തില്? ഇവിടുത്തെ സാധാ കോടതി എന്ന് പറയുന്നില്ലേ, അപ്പം പിന്നെ വലിയ കോടതി എന്ന് പറയാതിരിക്കും? മാത്രല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്ന് ഞാൻ പറയാം. എന്താ മെച്ചം എന്ന് പറയാം? ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക്. മനസ്സിന് ആരോഗ്യം കുറവ്. ഭയങ്കര തടിയും വലിയ ഭൂതക്കണ്ണാടിയും ഒക്കെ ഉണ്ടാവും, ബട്ട് മനസ്സിന് ആരോഗ്യം കുറവാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ SSLC എഴുതുന്ന കാലത്ത് 210 മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ. അന്ന് 210 കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു. 46 ലഡു വാങ്ങും, 6 നമ്മൾ തന്നെ ഒന്നും, പിന്നെ 40 വിതരണം. എന്തായിരുന്നു, സ്കൂൾ മൊത്തം നമ്മളതുപോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടി ഫാത്തിമ 10 വിഷയത്തിൽ 9 A+, 1 A ആയിപ്പോയി എന്ന് വിചാരിച്ചോ? ആ കുട്ടീനോട് ചോദിച്ചു നോക്കിയേ, എന്താ മോളെ പരീക്ഷൻ്റെ റിസൾട്ട് എങ്ങനെ? ഫുൾ A+ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ റീവാലുവേഷന് കൊടുക്കണം. തോറ്റ ഫീലിങ്ങിലാണ് കുട്ടി സംസാരിക്കണം. അർജന്റീന ഫാനായ ഒരുത്തൻ കളിയിൽ അർജന്റീന തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം? എങ്ങനെയുണ്ട് ആരോഗ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോഴേക്ക് ആത്മഹത്യ പരിഹാരമായി ആലോചിക്കുകയാണ് പുതിയ തലമുറ. ചിന്തിച്ചു നോക്കിയേ, പണ്ടൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ കുട്ടീനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടാലും ഉമ്മ പറയും കുറച്ച് അടുക്കട്ടെ, കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം. ഇന്ന് ആരും കൂട്ടിയിട്ട് വന്നല്ല, ഓളെന്നെ സ്വന്തം വന്നിട്ട് റൂമിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൂട്ടി നമുക്ക് പേടിയാന്നുള്ളതാണ്. ഉമ്മ ഇതൊന്ന് വിളിച്ചു നോക്കണം കേട്ടോ. എന്താ കാരണം? ആരോഗ്യം. എവിടെയാ പ്രശ്നം? മനസ്സിന് ആരോഗ്യം കുറവാ. മനസ്സിന് ആരോഗ്യം കുറവാ. ആത്മഹത്യ പെരുകുന്നു. ബിസിനസ് പൊട്ടിപ്പോയ ഒരുത്തൻ ഓനെന്താ ഇപ്പൊ ചെയ്യല്? ഉമ്മാന്റെ സ്വർണം വെക്കും, ഭാര്യന്റെ സ്വർണം വെക്കും, പിന്നെന്താ ചെയ്യല്? ഗൾഫിലേക്ക് മുങ്ങും. അതെന്നല്ലേ ചെറുപ്പക്കാർ പരിപാടി. കണ്ടോ? മനസ്സിന് ആരോഗ്യം കുറവാണ്. തോൽക്കാൻ അറിയില്ല പുതിയ പിള്ളേർക്ക്, ജയം മാത്രം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നാ എമിലി ഡിക്കൻസന്റെ കവിത. എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടൊക്കെ തോറ്റിട്ടും പഠിച്ചിട്ടുമാണ് ജയിക്കാൻ. എന്ന് പറഞ്ഞാൽ ഉറക്കിനെ അതിജയിക്കുക. അപ്പൊ കുറച്ച് തോക്കും നമ്മളെ ശരീരം, എന്നാലും തോറ്റു കൊടുക്കുക, എന്നിട്ട് ജയിക്കണം, അധ്വാനിച്ച്. അതാണല്ലോ അധ്വാനം എന്ന് പറയുന്നത്. പക്ഷേ പുതിയ കുട്ടികൾക്ക് അതാവുന്നില്ല. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ഹസ്ബുനല്ലാഹ്. അതന്നെ പരിഹാരം. വനിഅമൽ വക്കീൽ. മോനെ, LLB കഴിഞ്ഞ ലീഗൽ വക്കീലിനേക്കാൾ ടോപ്പ് വക്കീൽ, അൽ വക്കീലായ ഓൾ ആൻഡ് ഓൾ ആയ അള്ളാഹ് ഉണ്ടോ? ഇന്നലെ പഠിക്കുന്നത് അത് ചെറുപ്പത്തിൽ തന്നെ 7000 കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറഔന്. എന്തിന്? മൂസാ നബി ജനിക്കുന്നു പേടിച്ചിട്ട്. എന്നിട്ട് മൂസാ നബിനെ ഫിറൗന്റെ കൊട്ടാരത്തിൽ തന്നെ അള്ളാഹ് വളർത്തി. എന്നിട്ടോ മൂസാ നബിക്ക് പാല് കൊടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. 100-200 പെണ്ണുങ്ങൾ നേരെ വന്നു, ആരുടെ പാലും വേണ്ട. എന്നിട്ട് സ്വന്തം ഉമ്മ വന്നു കുടിക്കുമ്പോൾ ഫിറൗന്, പ്ലീസ് നിങ്ങൾ എടുത്ത് തന്നെ നിൽക്കോ, ശമ്പളം തരാം. കളി അള്ളാഹോട് കേട്ടാ. ഇത് പിള്ളേർക്ക് ചെറുപ്പത്തിൽ കൊടുത്തോക്കെ. സൗർ ഗുഹയിൽ ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞു, അവരെങ്ങാനും അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ലറആന, നമ്മളെ കാണും നബിയെ. മുത്തുനബി അതും കാണൂല. എന്ത് നബിയെ പറയണത്? അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ മതി, മറ്റേത് വലിയ മെഷീന് സംവിധാനം ഒന്നും എടുക്കണ്ട. ലറആന, അവരിങ്ങനെ നോക്കി നമ്മളെ കാണും. ഇന്നല്ലാഹു മഅനാ, നമ്മളെ പേര് അറിയില്ലേ? എങ്ങനെ കാണൂല?
മുമ്പിൽ സമുദ്രം, ബേക്കിൽ ഫിറൗനും ശത്രുക്കളും, ഒന്നിച്ചിരിക്കുന്ന ബനു ഇസ്രായേലുകാർ വോൾട്ടേജ് കുറവാ. ഒരു പറഞ്ഞു ഇന്നല മുതറക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കും. മൂസാ നബി കല്ല പിടിക്കൂല. അതെ, ബേക്കിൽ ശത്രുക്കൾ, മുമ്പിൽ സമുദ്രം, പിന്നെ എങ്ങനെ പിടിക്കൂലെന്ന് പറയും. ഇന്നമഇ റബ്ബി സയഹ്ദീൻ, എൻ്റെ പേരല്ലുണ്ട്. എൻ്റെ പേര് നിങ്ങളെ പേരല്ല, നിങ്ങൾ അതിന് ജോയിന്റ് സെക്രട്ടറി പൊളിയായിട്ടില്ല. അതേസമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് ഇന്നല്ലാഹ മഅനാന്ന, നമ്മളെപ്പരം അള്ളുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു പൊളിയാണ്. അതാണ് അതിൻ്റെ കാരണം. അപ്പം ഞാനിപ്പോൾ ആ ഒരു തഹ്ഖീഖിലേക്കല്ല നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ തവക്കുല് ഈമാനൊക്കെ കൊടുത്താൽ പതറൂല. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ല. പഴയ ആൾക്കാർക്ക് കയറ് എന്നെല്ലാം പറഞ്ഞാൽ കെട്ടാനേ അറിയുള്ളൂ. ഇപ്പോൾ കയറ് കണ്ടാൽ നല്ല കയറാന്നല്ല, വെറുതെ ഒന്ന് ആത്മഹത്യ ചെയ്താലോ എന്ന് വിചാരിക്കണ കാലാണ്. മെൻ്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞുപോയി. എന്തെങ്കിലും ആരോഗ്യമൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചോടുക എന്ന് വിചാരിക്കുന്ന ഒരു കാലം. ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ഈമാനിൻ്റെ ശക്തി കൊടുക്കുക. അതാണ് സ്വാലിഹീങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം. ഞാൻ വിഷയം തുടരുന്നു. പ്രേമത്തിൻ്റെയും റൊമാൻറ്റിക്കിൻ്റെയും ഒക്കെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. ഞാനിപ്പോൾ പാടാനും വരെ പാടില്ലല്ലോ അല്ലേ? അങ്ങനത്തെ പാട്ട് നമുക്കറിയും. അങ്ങനത്തെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. അത് തെറ്റായ ചിന്തകളിലേക്ക്. ഇപ്പം ലവർ, ബെസ്റ്റി ഫ്രണ്ട്, ബാക്കി രണ്ടെണ്ണം ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനത്തെ കാലം. ഒരാൾക്ക് തന്നെ എത്രയോ ആള്. ഇപ്പോഴത്തെ പ്രേമങ്ങളെല്ലാം ഭയങ്കര ആത്മീയമായ പ്രേമങ്ങളാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ചെക്കനോട് നിങ്ങൾ പറഞ്ഞോക്കെ, എന്താണ് പെണ്ണിനൊക്കെ വേറെ പണിയില്ലേ? അപ്പോൾ ഓൻ തിരിച്ചെന്താ പറയില്ലേ? ഉസ്താ പറയുന്നതൊന്നല്ല, പിന്നെ ഓളധികം എന്നോട് രാത്രി തബാറക്കോദാനു സലാത്തെല്ലാലും പറയലുണ്ട്. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്ന കാലാണിപ്പോൾ. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുക. ഇഷ്ക് മഹബത്തിൻ്റെ പേരിൽ പ്രേമം കൂടിയ കാല. എത്ര നൂറ്റാണ്ട് മുമ്പ് മഹാന്മാരെ എഴുതി വെച്ച് അത്തരത്തിൽ ഒരു പാട്ടും കുട്ടികൾ കേൾപ്പിക്കരുത്. ശ്രദ്ധിക്കണം. ദെൻ വയഹ്ഫൽ അൻ മുഖാലതത്തിൽ ഉദബാഇല്ലദീന യസ്അമൂന അന്ന ദാലിക മിൻ റിഖത്തി ത്വബ. കഠിന ഹൃദയമുള്ള ടീച്ചേഴ്സ്, ഉസ്താദുമാർ ആരായാലും അവരോട് കുട്ടികളെ അടുപ്പിക്കരുത്. കാരണം അവരും പരുപരക്കൻ സ്വഭാവവും, അല്ലെങ്കിൽ ഇവർ ടോട്ടലി ഇവരുടെ മനസ്സിനൊരു കഠിന സ്വഭാവം വരും. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജൂതന്മാരെ, 10,000 ജൂതന്മാരെ കൊന്നാളാണ്. അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ മെയിൻ കാംപ് അഥവാ എൻ്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ലാണ്. ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത്. കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണത്. മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരുത്തി കൊടുക്കരുത്. മക്കളെ മുമ്പിൽ നിന്ന്. മക്കൾ സ്കൂളിലോ വേറെ എവിടെങ്കിലൊക്കെ പോയാൽ നീ അത് ചെയ്തത് തീരെ അങ്ങനെ ഉണ്ട് അടിക്കൽ, എന്താണ് കുട്ടികളല്ലേ, എന്താണ് നീ അങ്ങനെ ചെയ്തത്, അങ്ങനെ ഉണ്ട് ചെയ്യൽ, അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയ ടീമുണ്ടാവും. അവരിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത്. പിള്ളേരെ ഇത് വെറും ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവരുത്. ഇവിടെ എത്ര മണിക്കാണ് കുട്ടികൾ സ്കൂളിൽ പോവാ? പോക്കില്ലേ? 8 മണിക്ക്. അപ്പോൾ 8 മണിക്ക് പിള്ളേരെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത്, ചൂടാവാനുള്ളത് അത് ചെയ്യാം. മക്കളെ മുമ്പെന്ന് ചെയ്യരുത്. അതെപ്പോൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു പരുപരുക്കൻ സ്വഭാവം ഉണ്ടാകും. ദെൻ പകൽ ഉറക്കം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഈ ഗൾഫ് ടീമാണ് പലപ്പോഴും നാട്ടിലേക്ക് അത് കൊണ്ടുവരിക. ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനത്തിൽപ്പെട്ടതാണ് കസേര നിസ്കാരം. അങ്ങനെയൊക്കെ കസേര നിസ്കാരമെല്ലാം ഇപ്പം ഭയങ്കര വ്യാപകമാണല്ലോ. ഇൻ്റർലോക്കിൽ 1 മണിക്കൂർ ഉസ്താവുമായിട്ട് വർത്താനം പറഞ്ഞാൽ 1-ാം സഫിലെത്തുമ്പോൾ പെട്ടെന്ന് നടുവേദന ഉണ്ടാവും. ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ വാലിന് പോകുന്ന വഴിയിൽ പള്ളിയിൽ മഗ്‌രിബിന് കയറി. അവിടെ പള്ളിയിൽ 32 കസേര. ഞാൻ അവിടുത്തെ പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഭാവിയിൽ ഓഡിറ്റോറിയം ആവാൻ സാധ്യതയുണ്ട്. ആ ഭാവിയിൽ അങ്ങനെ സാധ്യതയുണ്ട്. പ്രസിഡന്റ് സെക്രട്ടറിക്കെല്ലാം സോഫ ഇടാൻ സാധ്യതയുണ്ട്. സാധാ ചെയറൊന്നും പറ്റുന്നില്ല. സദ്വാർക്ക് കഥ
വലൗ അജസ അനി റുകൂഇ വസ്സുജൂദി ദൂനൽ ഖിയാമി. ഇന്നും ഇന്നലെ എഴുതിയല്ല, ഹറമൈൻ ഇമാമിന്റെ കിതാബ് എന്നാണ് ഈ പാർത്ത് വായിക്കുന്നത്. ഒരാൾക്ക് റുക്കൂവും സുജൂദും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസ്കിന് എന്തോ പ്രശ്നമുണ്ട് എന്നർത്ഥം. ഉദാഹരണമാണ്, അയാൾക്ക് നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ ലസിമഹുൽ ഖിയാം, അയാൾ നിൽക്കൽ നിർബന്ധ. ഫാത്തിഹ അങ്ങനെ തന്നെ ഓതിക്കൊള്ളണം. ഇത് ആദ്യമേ ഇരുന്നിട്ട് മുക്കിരി ഉസ്താദിനെ നോക്കും, എന്ത് ഉസ്താദ് എത്ര സമയം ഇവിടെ ഇരിക്കുന്നു, എന്ത് ഇക്കാമത്ത് കൊടുക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ശ്രദ്ധിക്കണം അതൊക്കെ. പകൽ ഉറക്കം ഓവറായിട്ട് കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങും പകൽ. ഒന്നാമത് ഈ രാത്രി ലാസ്റ്റ് സീൻ ടുഡേ 2:36 പിള്ളേരുടെ വാട്സപ്പും ഇൻസ്റ്റയും ഒക്കെ അതുണ്ടാവും. അതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. രാത്രി നേരത്തെ ഉറങ്ങണം, രാവിലെ നേരത്തെ ഉണരണം. ഉറക്കിൻ്റെ ഒരു സംസ്കാരം കുട്ടികൾക്ക് മാറ്റി കൊടുക്കണം. വയുംന, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കേട്ടോളി. ويمنع من أن يفتخر على أقرانه بشيء مما يملكه والده. ഉപ്പയും ഉടമപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനം പറയുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഉപ്പക്ക് ഇന്നോവുണ്ട്, എൻ്റെ ഉപ്പ നാളെ ഗൾഫിന് ഒരു കൊണ്ടുവരും, അങ്ങനെ ഉണ്ടല്ലോ, മുട്ട പൊഴിഞ്ഞ പാലിട്ട മാതിരി പറയുന്ന അത് ഉണ്ടാകാൻ പാടില്ല. ചില ഉപ്പമാർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മിഠായിയെല്ലാം കൊടുത്തിട്ട് എന്താ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്താ എന്തൊരു കഷ്ടം എന്താ പറയുന്നത്. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ഗസാലി ഇമാം നമ്മൾ അടിച്ച് ശരിയാക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ പ്ലാറ്റ്ഫോം ശരിയാക്കണം. വലുതാവലുണ്ടല്ലോ, മറ്റുള്ള ആളെ നിസ്സാരപ്പെടുത്തി വലുതാവുന്ന കളി പിള്ളേർക്ക് പറ്റൂല. ശേഷം പറയുന്ന ഔ ബിശൈഇൻ മിൻ മത്വാഇമിഹി വമലാബിസിഹി ഔ ലൗഹിഹി ബൽ യുഅവ്വിദു തവാളുഅ വൽ ഇക്റാമ ലികുല്ലി മൻ ആശറഹു വത്തലത്തുഫ ഫിൽ കലാമി മഅഹു. എന്തൊരു സുന്ദരമായ ആശയാണ് ഇസ്ലാമിൻ്റെത്. ഞാൻ ഇതിൻ്റെ ഡ്രസ്സാണ് വലുതാണ്, ഇനി നാളെ കല്യാണത്തിന് വേറെ എടുക്കും, ഇന്നലെ ഇളയമാര ഇതിന് എല്ലാവരും പച്ച, ഇന്ന് ചുവപ്പ്, നാളെ വെള്ള, ഇങ്ങനെ പിള്ളേരെ തന്നെ പഠിപ്പിച്ച് ഈ പിള്ളേർ എങ്ങനെ നന്നാവില്ല. മോള് പറയാണ് നാളെയാണ് മൂത്തമ്മാൻ്റെ മോളെ കല്യാണം, ഉപ്പ ഡ്രസ്സ് എടുക്കേണ്ടത്. അല്ലാതെ പെരുന്നാൾ മിന്നാന്ന് കഴിഞ്ഞ ഷവ്വാൽ 1 ഇത് ഷവ്വാൽ 9 അത്ര അല്ലേ ഇതെന്താ? അത് പെരുന്നാൾക്ക് ഇട്ട ഡ്രസ്സ് എല്ലാവരും കണ്ടില്ല ഉപ്പാന്ന്. എന്നാ അന്ന് ചാക്കിൽ പൊതിഞ്ഞിട്ട് ഡ്രസ്സ് കൊണ്ടുപോക്ക്, നീ കാണിച്ചു കൊടുക്കല. എന്തൊരു വിഡ്ഢിത്തായി പറയണത്. അത് നമ്മൾ നിന്നോടുക്കാം. ആര് പഠിച്ച ആൾക്കാരെ നിന്നോടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റുകൂഇൽ നിന്ന് സുജൂദിലേക്ക് പോകുന്ന വഴി എങ്ങനെയെന്നറിയാം? ആകപ്പാടെ ഒരു അരയുടുപ്പ് തുണിയേ ഇല്ലൂ, അതിങ്ങനെ ടൈറ്റിൽ പിടിക്കും. എങ്ങനെ? തുണി പിളർന്നിട്ട് ഔറത്ത് കാണാതിരിക്കാൻ. സ്വർഗത്തിലെ രാജാവിന്റെ കഥയായി പറയണത്. നമ്മളോ ഇന്നലെ മൂത്തന്മാരെ മോളെ കല്യാണത്തിന് എല്ലാവരും പച്ച, ഓക്കെ ഫോട്ടോ എടുത്തു, ഇന്ന് ചുവപ്പ്, നാളെ നീല. കുട്ടികൾക്ക് നമ്മൾ ഇത് പാകപ്പെടും, അത് കൾച്ചറാവുക. അതാണല്ലോ കല്യാണത്തിന് ഇപ്പൊ നടക്കുന്നത്. ഗസയിലെ മക്കളും റഫയിലെ മക്കളും വെസ്റ്റ് ബാങ്കിലെ മക്കളും ഇങ്ങനെ കാലും കയ്യും ഇല്ലാതെ. നിങ്ങൾ അവിടെ ഒന്ന് പോകണ്ട, ഈജിപ്തിലൊന്ന് സിയാറത്തിന് പോയൊക്കെ, ഇറാഖിലൊന്ന് സിയാറത്തിന് പോയൊക്കെ. ഓരോ മഖബറയിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുന്ന 200-300 പിള്ളേരെ കാണാം. പോണ്ട, അവിടെ ഒന്നും പോണ്ട, വിജയം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഉത്തരേന്ത്യയിലൊന്ന് പോക്ക് 1000-10,000 ഇല്ല, കോടിക്കണക്കിന് മനുഷ്യ കുട്ടികളുണ്ട് അവിടെ. പാവങ്ങൾ, ഒരു നേരത്തെ തിന്നാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ. 15 ലക്ഷം അറക്ക് കല്യാണത്തിന്. എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളതുകൊണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അടിച്ചപ്പോൾ ഒളിച്ചിട്ട് ഇൻസ്റ്റയിലിട്ടിട്ട് റീൽസ് ഇങ്ങനെ ഇട്ട് വിടുക. എന്താ ഇതിന് പറയാ കുട്ടികളെ? എന്നിട്ട് നമ്മൾ ഹദീസ് സുബീക്ക് ക്ലാസ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കെട്ടിടം പോലെയാണ്, മനുഷ്യന്റെ ശരീരം പോലെയാണ്. ഇതസ്തഖ, ഒരു വിരൽ മുറിവ് വന്നാൽ ശരീരത്തിന് പനി വരും. വെസ്റ്റ് ബാങ്കിലെ മുഅ്മിനും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? കല്യാണത്തിൽ നടക്കുന്ന ധൂർത്ത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മളെ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത്? എന്തിന്? ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം, ഫാമിലി ഗ്രൂപ്പിൽ ഇടണം, അത്ര തന്നെ ഉദ്ദേശമുള്ളൂ. ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ നടക്കുന്നത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താ? ഒരാൾക്ക് റസൂലുള്ളാഹിനോട് ഹുബ്ബ് കൂടുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു, ദുനിയാവിനോടുള്ള ഹുബ്ബ് കുറയും.
കാരണം ഫാത്തിമ ബീവി ഉപ്പ നോക്കി നോക്ക് അടുക്കള പണിയെടുത്തിട്ട് ഒരു ഖാദിമന ഫാത്തിമ മോളുവ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 34 അത് മതി. ഞാൻ ഈ ഹദീസ് ക്ലാസ് കേട്ടപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോട് ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ഉസ്താദെ അതെന്താണ് ഫാത്തിമ ബീവിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടുണ്ടായിട്ടും ദുനിയാവ് തീരെ തങ്ങളെ കൊടുക്കാത്തത്? അതിന് ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, മോനെ ഫാത്തിമ ബീവി സ്വർഗത്തിലെ ലീഡറാണ്, പെണ്ണുങ്ങളുടെ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ ബീവി ഇങ്ങനെ ദുനിയാവും ഇപ്പോഴത്തെ ആജിയമാർ എൻ്റെ മക്കൾക്ക് ഞാൻ 2 പീഡിക മുറി പെണ്ണിനടക്കം കൊടുത്ത് അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഫാത്തിമ ബീവി ഈ സ്വത്തിൻ്റെ വിചാരണ കഴിയുന്നവരെ അവിടെ തന്നെ ബോർഡിംഗ് പാസ് കിട്ടാണ്ട് എമിഗ്രേഷൻ കഴിയാണ്ട് നിൽക്കും. അപ്പോൾ ബാക്കി കുറേ പാവങ്ങളായ പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിലെത്തിയിട്ട് അധ്യക്ഷത വഹിക്കേണ്ട ആൾ ഡിലേ ആയി പോകും. ബുദ്ധിയുള്ള നേതാവിന് അതറിയാം, എൻ്റെ മോള് സ്വർഗത്തിൽ ആദ്യത്തെ ആളാണ്, മോള് പോട്ട് ദുനിയാവ് വേണ്ട മോളെ. എന്താ മറുപടി? എന്താണ് ഇസ്ലാം? കണ്ടങ്ങള്, ഇതാണ് ഗസാലി ഇമാം ഇഹിയയിൽ ഉടനീളം എന്തിനാണ് ഇഹിയ നമുക്ക് എഴുതി തന്നത്? ദുനിയാവ് വേണ്ടടാന്ന് പറയാൻ. അതിനായി എടുത്തത്. വേറെന്താ പിന്നെ താല്പര്യം? ഇത് മുഴുവൻ ഈ കിതാബ് വായിച്ചു നോക്കിയാൽ നമുക്ക് അതന്നെ മനസ്സിലാവുള്ളൂ. കുട്ടികൾക്ക് ദുനിയാവിനോടുള്ള ഹുബ്ബ് വരാതെ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം. അവൻ്റെ കൂടെയുള്ള എല്ലാവരോടും സോഫ്റ്റ് വർത്താനം പറയാൻ പഠിക്കണം. സോഫ്റ്റ് വർത്താനം, ആഠ്യത്തിൻ്റെ വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ടല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില നല്ല ആജിക്കന്മാരൊക്കെ തന്നെ ആയിരിക്കും, അവർ സ്ഥാപനത്തെ സഹായിക്കും, അവരതിനനുസരിച്ചിട്ട് ഉസ്താദുമാരെയും ഹൈറായ കാര്യത്തെയും ചാരിറ്റിയും ഒക്കെ നല്ലോണം നടത്തും, സഹായിക്കും. ശരി, നല്ല പ്രമാണിമാരായ നല്ല മനുഷ്യന്മാർ. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെടുത്ത് കളക്ഷനോയൊക്കെ നോക്കി ചെയ്യാം. സാഹിത്യത്തിൽ പിശുക്ക് കാണിക്കും അവർ. ഇക്കണോമിക്കലി കുറച്ച് ക്രൈസിസ് ആണ്, ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ബിസിനസ് കുറച്ച് ഡള്ളാണ്. ഇത് പിശുക്കിൻ്റെ ഇംഗ്ലീഷാണ്, സാഹിത്യത്തിൽ പറയണവർ കടകള്. അവരഥവാ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ സ്ഥാപനത്തിൽ വന്നാൽ 2 തക്കാഫിൻ്റെ ക്യാഷ് ആ ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഗേറ്റ് പൂട്ടിപ്പോയിനെങ്കിൽ 85 വയസ്സുള്ള ഒരു ഉപ്പാപ്പുണ്ടാവും അവിടെ. പണ്ട് മുപ്പര് കുവൈത്തിലോ ഖത്തറിലോ ഒമാനിലോ ജോലി ചെയ്തതാണ് 10-36 കൊല്ലം. പിന്നെ വീടുമായി, മക്കളൊക്കെ കെട്ടിച്ചെല്ലായി, പിന്നെ പെണ്ണുങ്ങൾക്കും മക്കൾക്കൊന്നും ഉപ്പരെ വേണ്ടണ്ടായി, മുപ്പര് ഉപദേശം ഒന്നും തീരെ പിടിക്കാതായി. അതുകൊണ്ട് തന്നെ ഉപ്പര് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടേക്കുമോ എന്നുള്ള പേടിയിൽ സ്വന്തം ജോലി കണ്ടെത്താൻ സ്ഥാപനത്തിൽ ഉസ്താദിനെ കണ്ടതാ. ഗേറ്റ് കീപ്പറായിട്ട് നിന്നോളാം, രാത്രിയും പകൽ ആര് വണ്ടി വന്നാലും തുറന്നു കൊടുക്കേണ്ടി വരുവേ. പ്രശ്നമല്ല, ആകെ 6000 രൂപയെ ശമ്പളം, കുഴപ്പമില്ല. കാരണം ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടി ജീവിക്കണതിനേക്കാൾ നല്ലത് അതാണല്ലോ എന്ന് ചിന്തിച്ച് ആ 85 വയസ്സുള്ള മനുഷ്യൻ കാലിന് ഓൾറെഡി മുടന്നുണ്ട്, പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ മുപ്പരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മോനുണ്ടല്ലോ, ഈ ആഠ്യത്തിൻ്റെ അങ്ങേയറ്റം അഹങ്കാരം തലയിൽ കയറിയ മോന് ഫണ്ടെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇന്നോവയിൽ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തഴിച്ചിട്ട് ഗേറ്റ് ഓർക്ക് മനുഷ്യ എത്ര സമയം എടുക്കണത്? ടൈം എത്രയായി? 2 മിനിറ്റ്. ആ പാവം നാസ്ത കഴിക്കാതെ 11:30 ക്യാൻറ്റീന്ന് കിട്ടിയ 2 ചപ്പാത്തി ഇങ്ങനെ ആ കൈ കഴുകാനെടുത്ത സമയത്തിൻ്റെ സാവകാശത്തിലാണ് മുപ്പര് ഇപ്പോൾ ചൂടാണത്. ഈ ചെറുപ്പക്കാരൻ്റെ 3 ഇരട്ടി വയസ്സുണ്ടാവും ഈ ഉപ്പാപ്പക്ക്. ആ കാലിങ്ങനെ മുടന്ന് വെച്ചിട്ട് തുറക്കുമ്പോൾ കിട്ടും തുരുതുര ചീത്ത. എന്തുകൊണ്ട് ഈ മോന് നന്നാവാതിരുന്ന? ആജിക്ക് ഈ ഉമ്മത്തിന് ഉപകാരം ചെയ്യാത്തോണ്ടല്ല, കൊടുത്തിട്ടില്ല ദീൻ. എന്താ പഠിച്ചത്? BDS, മറ്റോനോ ഫാം ഡി, ഇവനോ MLT. ഒറ്റൊരുത്തന് ഇക്കലാബ് ഇതുകാമോ അറിയില്ല. പള്ളിയിൽ ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ പോരാ, നമ്മളെ മക്കളെ നമുക്ക് കിട്ടണം. അതിന് റഫ് തനഉം ഇല്ലാതെ നോക്കണം, ആഠ്യത്തില്ലാതിരിക്കണം, ലളിത ജീവിതം. എന്താണ് ഈ കിതാബിൻ്റെ ഇബാറത്ത്? ഞാൻ ഒന്നുകൂടി വായിക്കാം. അവൻ്റെ ഒന്നിച്ചാരൊക്കെ ക്ലാസ്മേറ്റ്സ് ഉണ്ടോ അവരോടൊക്കെ താഴ്മുള്ള സ്വഭാവമായിരിക്കും. എല്ലാവരോടും സോഫ്റ്റ് സംസാരമായിരിക്കണം. അതാണ് പഠിപ്പിക്കേണ്ടതെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അടുത്തത് മറ്റുള്ള കൂട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കുന്നതും വാങ്ങുന്നതൊക്കെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. നോക്കിക്കേ, ഇങ്ങനെ നോക്കണം. എന്നിട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്?
മോനെ, അഭിമാനം എന്ന് പറഞ്ഞാൽ കൊടുക്കലിലാണ്, വാങ്ങലല്ല. നീ എല്ലാ ദിവസവും ഓരോരാൾ എനിക്കോ കട്ടർ തന്നിന്, ഇവൻ പെൻസിൽ തന്നിന്, മറ്റോന് ഇറൈസർ തന്നിന്, നീ എപ്പം കൊടുത്ത? അഭിമാനം എന്ന് പറഞ്ഞാൽ മോന് ഉഷാറല്ല. എപ്പോഴാ മോന് ബാക്കിയുള്ളവർക്ക് കൊടുക്കല്ലേ വേണ്ടത്, വാങ്ങിയിട്ട് വരിക വേണ്ടത്. ഈ വാങ്ങലെന്ന് പറഞ്ഞ ഹിസ്സത്ത് ഒരു നിസ്സാരമായ കാര്യമാണ്. അയ്യയ്യേ, അത് വേണ്ട മോനെ. മോനെപ്പോഴും കൊടുക്കുന്ന ആളാവണം. ഷെയർ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. 2 ചിക്കൻ്റെ പീസില്ലേ പ്ലേറ്റിൽ, ഇത്താത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നാടെ വെക്കണേ, അത് പറയണം. ഫ്രിഡ്ജിൽ എത്ര ചിക്കൻ ഉണ്ടെങ്കിലും ഇപ്പം ഫ്രൈ ആക്കണ്ട. ഉമ്മമാര് ലിബറലാവരുത്. ഇപ്പം അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ കുട്ടി പഠിക്കുക? അതുകൊണ്ടാണ് ആക്സിഡൻ്റ് ആയത്, ഫോട്ടോ എടുത്ത് പോകുന്ന പിള്ളേരെ കാണുന്നത്. കാരണം എനിക്കത് അറിയില്ല, മനുഷ്യത്വമില്ല. ഇപ്പം ചില കുട്ടികളിൽ നന്മ ഉണ്ടെങ്കിൽ പോലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അന്ധനായ മനുഷ്യൻ്റെ കൈ 40 സ്റ്റെപ്പ് പിടിച്ചിട്ട് നടന്ന അയാളെ ദോഷം പൊറുക്കുന്ന ഹദീസിലുണ്ട്. അതിലല്ല ചിലപ്പോൾ പിള്ളേർക്ക് രസം. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒരു അന്ധനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് നടക്കാൻ, അയാൾ 40 സ്റ്റെപ്പ് ഇയാളെ കൈ പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ നടന്നെന്ന് വിചാരിക്കാം. ഓനിക്ക് അതിലല്ല മനസ്സമാധാനം, ടേസ്റ്റ്. പിന്നെ ഏതിലാ ഓൻ വീട്ടിലെത്തുമ്പോൾ തുരുതുര മെസ്സേജ്, മൊത്തം വൈബാണല്ലോടോ, നീയാണല്ലോ ഭയങ്കര സംഭവം, ഇൻസ്റ്റയിൽ മൊത്തം നിന്നെ കുറിച്ചാണല്ലോ. എന്താ സംഭവം? നീ ആരോ കൈ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അവിടെ നടന്നിനാ? എപ്പോ മിന്നാന്ന്? അതെ, അതാരോ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അതാ 1 മില്യൺ വ്യൂവേഴ്സ്. കയ്യോല വേണ്ടി കണ്ട 40 സ്റ്റെപ്പ് എടുത്തിട്ട് ദോഷം പുറത്തേലല്ല എനിക്ക് അഭിമാനം. ഞാൻ പിന്നെ മൊത്തത്തിൽ ചാരിറ്റി തന്നെയാണ്. എന്നെ ഷോപ്പ് ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ പരമാവധി വരാമെന്ന്. എങ്ങനെയുണ്ട്? എങ്ങനെ പിള്ളേർ അങ്ങനെ ആവാതിരിക്കല്? പാവപ്പെട്ട അഹമ്മദ് ഖാനെ സ്റ്റേജുമ കയറ്റിയിട്ട് അജിക്ക താക്കോല് കൊടുക്കും വീടിൻ്റെ. ഫോട്ടോ എടുത്തു. എന്നിട്ട് അയാൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഫോട്ടോ നോക്കും, ക്ലിയർ ഇല്ല. അഹമ്മദ് ഖാൻ ഒന്നുകൂടി വാ. ഇതല്ലേ നാട്ടിൽ നിന്ന് കാണുന്നത്. പിന്നെ എങ്ങനെ പിള്ളേർ വന്നാല് പറയൂ? പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതല്ല. അങ്ങനെയല്ല നമ്മളെ നാട്ടിലുണ്ടാവും. അങ്ങനെ വളരെ ത്യാഗം സഹിച്ച് കുട്ടികൾക്ക് ദഫും സ്കൗട്ടും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദിന് കമ്മിറ്റി വക ക്യാഷ് അവാർഡ് സ്റ്റേജ് കയറ്റിട്ട് കൊടുക്കുന്നത് 100 രൂപ. ഇതാരെങ്കിലും പറയാൻ പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഇനി അടുത്തത്, കുട്ടികൾ നന്നാവാനും മഹാന്മാര് പറയാണ്, വേറൊരാളുടെ മജിലിസിൽ, വേറൊരാളുള്ള മജിലിസിൽ, വേറൊരാളുടെ മജിലിസിൽ കുട്ടികൾ കാർക്കിച്ച് അങ്ങനെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഈ ലജ്ജ വളരെ കുറവായിരിക്കും. ലജ്ജ കുറവായിരിക്കും. അത് നിരുത്സാഹപ്പെടുത്തണം. അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഉപ്പിയുമ്മി നല്ല ലജ്ജ ഉള്ള ആളായാൽ പിള്ളേർ നല്ല ലജ്ജ ഉണ്ടാവും. നമ്മളെ സംസാരത്തിലാണ് ആദ്യം ലജ്ജ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, അശദ്ദുന്നാസി ഹയാഅൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എന്ന് പറഞ്ഞാൽ 3/4 ഇടരുത്, ട്രൗസർ ഇട്ടിട്ട് നടക്കരുത് എന്നുള്ളതൊന്നും മാത്രമല്ല കേട്ടോ. അതതിൻ്റെ ചെറിയ പാർട്ട് മാത്രം. എന്താണ് ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളെ സംസാരത്തിൽ മറ്റുള്ളവർക്ക് വിഷമാകുന്ന വാക്ക്, അശ്ലീലങ്ങൾ ഒന്നും പറയരുത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ രീതി നോക്കണം നിങ്ങൾ. ഒന്ന്, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ നേരെ കൈ വെള്ളത്തിൽ മുക്കരുത്. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക്. ഇദസ്തൈഖദ അഹദുകും മിനൻ നൗം, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ ഫലാ യഗ്മിസ് യദഹു, കൈ മുക്കരുത്. എവിടെ? വെള്ളത്തിൽ. അതെന്താണ് കൈ മുക്കരുത് എന്ന് പറയണത്? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നോക്കണം എന്താ കാരണം. സത്യത്തിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളെ കൈ ചിലപ്പോൾ ഔറത്തിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടാവും, അവിടെ ചൊറിഞ്ഞിട്ടുണ്ടാവും, മൂത്രത്തിൻ്റെ ഒരു അംശം കയ്യിലായി, അല്ലെങ്കിൽ വിയർപ്പായി, അതായത് മൂത്രവും വിയർപ്പും കൂടിയായി നജസായി. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുലാഖാത്ത് അവലോടുകൂടി അത് നജസാവും. അതാണ് അതിൻ്റെ കാരണം. അതാണ് സംഭവം. ഔറത്തിൻ്റെ ഭാഗത്തൊക്കെ കൈ ചൊറിയാനും മറ്റൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ റസൂലുള്ളാഹിൻ്റെ ആ മാന്യമായ വാക്ക് നോക്കണം. നിങ്ങൾ ഉറക്കത്തുണർന്നാൽ കൈമുക്കരുത് വെള്ളത്തിൽ. ഉടനെ തങ്ങൾ അതിന്റെ കാരണം പറയണത്, ഫഅൈന യദഹു യദ്രി ബാത്തത്ത്, കൈ രാത്രി എടെല്ലാം പോയിനെന്ന് അറിയില്ലല്ലോ, അത്രേ പറയുള്ളൂ തങ്ങൾ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈ സെക്സ് ഓവറായിട്ട് പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സിലോ
തലമുറയിലോ ആരെങ്കിലും വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാനെല്ലാം തുറന്നു പറയുമെന്ന്. മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിൽ മാത്രമല്ല, പറയരുത് അങ്ങനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും പറയൂല, തങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കൂല. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഞാനും തങ്ങളും ഔറത്ത് പരസ്പരം കണ്ടിട്ടില്ല. ഇബ്നു ഹജർ അതിനെ അഷ്റഫുൽ വസായിൽ വിശദീകരിച്ച് എന്തൊരു ലജ്ജയാണ് ഈ പറയണത് നോക്കൂ, എന്തൊരു ലജ്ജയാണ് അവിടുന്ന്. എങ്ങനെ ലജ്ജയില്ലാതിരിക്കല്? അള്ളാഹു അല്ലേ തങ്ങളെല്ലാം പഠിപ്പിച്ചത്. എന്റെ എല്ലാം തന്നത് അള്ളയല്ലേ. അള്ള എങ്ങനെയാ പറയല് ഖുർആനില്? ഉളു മുറിയുന്ന കാര്യം, പെണ്ണുങ്ങളെ തൊട്ടാൽ ഉളു മുറിയും. അതിന് മുമ്പ് എന്താ ഖുർആനിൽ പറയണത്? നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉളു മുറിയും എന്നാ പറയണത്. നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉളു മുറിയും. ടോയ്ലറ്റിൽ പോയാൽ ഉളു മുറിയും. നമ്മൾ നേരത്തെ മൂത്രയിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ പോയപ്പോൾ ആ ജനലിൻ്റെ സൈഡിൽ ഫോണോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിന്, ഉദാഹരണം, അത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് അത് മറന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ ഒന്നും അറിയും ഇല്ല. പിന്നെ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് കാഷ്ടിക്കാനും മുദ്രയ്ക്കാനും ഒക്കെയാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഒന്നും പറയും. അങ്ങനെ ഖുർആൻ പറയൂ, അത്രേ പറയുള്ളൂ. ഇത് നിങ്ങളെ റൊമാൻറ്റിക് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പുസ്തകമല്ല, ഉംറുൽ ഖൈസിൻ്റെ കവിത അല്ല ഇത്. ഇത് ഖുർആനാണ്. ഖുർആൻ അങ്ങനെ പറയുള്ളൂ.